അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ 8ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തരത്തര പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസുസ്സാമിൻ 8ാമത്തെ പാഠം റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. 1ാമത്തെ പാരഗ്രാഫ് നോക്കൂ. 3 ചങ്ങാതിമാർ യാത്ര ചെയ്യുകയായിരുന്നു. രാത്രിയായി. അവർ ഒരു ഗുഹയിൽ കയറി താമസിച്ചു. കഷ്ടം, മലയുടെ മുകളിൽ നിന്ന് വലിയ ഒരു പാറ ഉരുണ്ടുവന്ന് അവരുടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. അങ്ങനെ അവർ അതിനുള്ളിൽ കുടുങ്ങി. അവർ പരസ്പരം ചോദിച്ചു, നാം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? നാം ഓരോരുത്തരും മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കാം. അവൻ നമ്മെ രക്ഷപ്പെടുത്തും. അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഒരാൾ പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് വയസ്സായ ഉമ്മയും ബാപ്പയുമുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം നൽകാതെ ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബത്തിനും ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ വിറക് തേടി പുറപ്പെട്ടു. വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. കറന്നെടുത്ത പാലുമായി ഞാൻ എത്തിയപ്പോഴേക്കും ഉമ്മയും ബാപ്പയും ഉറങ്ങിപ്പോയിരുന്നു. അതും കേടാണെന്ന് കരുതി ഞാൻ അവരെ ഉണർത്തിയില്ല. എന്നാൽ പതിവ് പോലെ ഞാൻ പാൽ കുടിച്ചില്ല. കുടുംബത്തിന് കൊടുത്തതുമില്ല. അങ്ങനെ പാൽ പാത്രവുമായി ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. പ്രഭാതമായപ്പോഴാണ് അവർ ഉണർന്നത്. അവർ പാൽ കുടിച്ചതിനു ശേഷമാണ് ഞാനും കുടുംബവും കുടിച്ചത്. അല്ലാഹുവേ, നിന്റെ തൃപ്തി ആഗ്രഹിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ സൽക്കർമ്മം കാരണമായി ഈ പാറയെ ഗുഹാമുഖത്ത് നിന്ന് നീ നീക്കിത്തരണമേ. അത്ഭുതം, പാറ അല്പം നീങ്ങി. അതുപോലെ 2ാമനും 3ാമനും അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞ് അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. പാറ പൂർണ്ണമായും ഗുഹാമുഖത്ത് നിന്ന് നീങ്ങി. അവർ രക്ഷപ്പെട്ടു. ചരിത്രം അവതരിപ്പിച്ച ശേഷം ഉസ്താദ് പറഞ്ഞു, മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നാം അവരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബേ, ചെറുപ്പത്തിൽ അവർ എന്നെ വളർത്തിയത് കാരണമായി അവർ 2 പേർക്കും നീ കാരുണ്യം ചൊരിയണമേ. ആമീൻ. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അൽ വാലിദാനി ബാബൽ ജന്ന. മാതാപിതാക്കൾ സ്വർഗത്തിന്റെ 2 വാതിലുകളാണ്. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം മുലഖിസ്. ചരിത്രം ചുരുക്കിയെഴുതുക. ഗുഹയിൽ കുടുങ്ങിയ ചങ്ങാതിമാർ. 3 ചങ്ങാതിമാർ യാത്ര ചെയ്യുകയായിരുന്നു. രാത്രിയായി. അവർ ഒരു ഗുഹയിൽ കയറി താമസിച്ചു. കഷ്ടം, മലയുടെ മുകളിൽ നിന്ന് വലിയ ഒരു പാറ ഉരുണ്ടുവന്ന് അവരുടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. അങ്ങനെ അവർ അതിനുള്ളിൽ കുടുങ്ങി. അവർ പരസ്പരം ചോദിച്ചു, നാം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? നാം ഓരോരുത്തരും മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കാം. അവൻ നമ്മെ രക്ഷപ്പെടുത്തും. അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഒരാൾ പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് വയസ്സായ ഉമ്മയും ബാപ്പയുമുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം നൽകാതെ ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബത്തിനും ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ വിറക് തേടി പുറപ്പെട്ടു. വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. കറന്നെടുത്ത പാലുമായി ഞാൻ എത്തിയപ്പോഴേക്കും ഉമ്മയും ബാപ്പയും ഉറങ്ങിപ്പോയിരുന്നു.
അതബുക്കേടാണെന്ന് കരുതി ഞാൻ അവരെ ഉണർത്തിയില്ല. എന്നാൽ പതിവ് പോലെ ഞാൻ പാൽ കുടിച്ചില്ല, കുടുംബത്തിന് കൊടുത്തതുമില്ല. അങ്ങനെ പാൽ പാത്രവുമായി ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. പ്രഭാതമായപ്പോഴാണ് അവർ ഉണർന്നത്. അവർ പാൽ കുടിച്ചതിനു ശേഷമാണ് ഞാനും കുടുംബവും കുടിച്ചത്. അല്ലാഹുവേ, നിന്റെ തൃപ്തി ആഗ്രഹിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ സൽക്കർമ്മം കാരണമായി ഈ പാറയെ ഗുഹാമുഖത്ത് നിന്ന് നീ നീക്കിത്തരണമേ. അത്ഭുതം, പാറ അല്പം നീങ്ങി. അതുപോലെ രണ്ടാമനും മൂന്നാമനും അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞ് അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. പാറ പൂർണ്ണമായും ഗുഹാമുഖത്ത് നിന്ന് നീങ്ങി. അവർ രക്ഷപ്പെട്ടു. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫഹം. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. സലാസത്തുൻ 3, റാർ ഗുഹ, വജ്ഹുൻ മുഖം, സഹ്റത്തുൻ പാറ, അല്ലാഹുമ്മ അല്ലാഹുവേ, അബവാനി ഉമ്മയും ബാപ്പയും, നാമ ഉറങ്ങി, ഇസ്തൈഖള ഉണർന്നു, ശരിബ കുടിച്ചു, ഹലബ കറന്നു, ഹലീബുൻ പാൽ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. 1. എത്ര പേരാണ് യാത്രയിൽ ഉണ്ടായിരുന്നത്? ഉത്തരം 3 പേർ. 2. അവർ എപ്പോഴാണ് ഗുഹയിൽ കയറിയത്? ഉത്തരം രാത്രിയായപ്പോൾ. 3. ഗുഹാമുഖം അടഞ്ഞത് എങ്ങനെ? മലയുടെ മുകളിൽ നിന്ന് വലിയ ഒരു പാറ ഉരുണ്ട് വീണാണ് ഗുഹാമുഖം അടഞ്ഞത്. 4. രക്ഷപ്പെടാൻ അവർ എന്ത് ചെയ്തു? അവർ ഓരോരുത്തരും മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. 5. ഒന്നാമൻ ചെയ്ത സൽക്കർമ്മം എന്തായിരുന്നു? ഉത്തരം, അയാൾക്ക് വയസ്സായ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം നൽകാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. 6. മാതാപിതാക്കൾക്ക് വേണ്ടി നാം എന്തെല്ലാം ചെയ്യണം? ഉത്തരം, മാതാപിതാക്കളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. 7. ഈ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠമെന്ത്? ഉത്തരം, മാതാപിതാക്കളെ പരിപാലിക്കുന്നവരെ അല്ലാഹു തആല ആപത്തിൽ സഹായിക്കും. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുൻഷിഉൽ ജുമൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വരുന്നത് പോലെ വാചകങ്ങൾ നിർമ്മിക്കണം. ഒന്നാമത്തെ നോക്കൂ, പ്രഭാതം. പ്രഭാതമായപ്പോൾ ഞാൻ ഉണർന്ന് സുബ്ഹ് നിസ്കരിച്ചു. അടുത്ത വാക്ക് നോക്കൂ, പൂർണ്ണമായും. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാചകം. ഞാൻ പാഠഭാഗം പൂർണ്ണമായും വായിച്ചു. മൂന്നാമത്തത് രണ്ടാമൻ. അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. 4. കാത്തിരുന്നു. ഉപ്പ ജോലി കഴിഞ്ഞ് വരുന്നതും നോക്കി ഞാൻ കാത്തിരുന്നു. 5. തേടി പുറപ്പെട്ടു. മൃഗങ്ങൾ ഭക്ഷണവും വെള്ളവും തേടി പുറപ്പെട്ടു. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നുൻഷിഉൽ കലിമാത്ത്. ഇവിടെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ വരുന്നത് പോലെ വാക്കുകൾ നിർമ്മിക്കണം. ഒന്നാമത്തെ നോക്കൂ, ഗ നഖം. അടുത്തത് സ്പ സ്പന്ദനം. ഇർത്ത പ്രാർത്ഥന. ബ ബലം. ഗ്ര ആഗ്രഹം. ത വ്യാപ്തം. ണ്ട ചെണ്ട. ക്ഷ ഭക്ഷണം. തദ്രീബാത്തിൽ ആറാമത്തെ പ്രവർത്തനം നഖ്റഉ തഅഹുദ വനൻസഖ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ എടുത്ത് കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതണം. ഒന്നാമത്തത്, ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കും. അതതുപോലെ എടുത്ത് ആ കൊടുത്തിരിക്കുന്ന വരിയിൽ എഴുതുക. 2. ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിക്കും. 3. ഞാൻ എൻ്റെ ഉമ്മയെ ബഹുമാനിക്കും. 4. ഞാൻ എൻ്റെ ഉപ്പയെ ബഹുമാനിക്കും. 5. ഞാൻ എൻ്റെ ഉമ്മയെ അനുസരിക്കും. 6. ഞാൻ എൻ്റെ ഉപ്പയെ അനുസരിക്കും.
7. ഞാൻ എൻ്റെ ഉമ്മയെ വെറുപ്പിക്കുകയില്ല. 8. ഞാൻ എൻ്റെ ഉപ്പയെ വെറുപ്പിക്കുകയില്ല. 9. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 10. റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.